ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പപ്പടം വെച്ചിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. എല്ലാവർക്കും പപ്പടം ഇഷ്ടമല്ലേ? അപ്പോൾ പപ്പടം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 പപ്പടം ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു കത്തര വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കത്തി വെച്ചിട്ടോ കത്തര വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇത് ഒന്നും കൂടി ചെറുതാക്കി വീണ്ടും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ പപ്പടും നമുക്ക് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ പപ്പടം ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടാവുമ്പോൾ നമുക്ക് ഈ പപ്പടം വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിത് ഈ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. പപ്പടം വറുക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ അല്ലേ? ഇതേ പപ്പടം നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. സെയിം ഞാൻ ആ പാനിൽ തന്നെ വീണ്ടും ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഞാനൊരു 5 ചെറിയ ഉള്ളിയും ഒരു 4 വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഉള്ളി നന്നായിട്ടൊന്നിങ്ങനെ മൂത്ത് വരണമെന്ന് തോന്നുമ്പോൾ ഞാനതിലേക്ക് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കണേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പപ്പടത്തിൽ ഉപ്പുണ്ട്, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചേർക്കണം കേട്ടോ. ഇനി കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നു എന്ന് തോന്നുമ്പോൾ ഞാനിതിലേക്ക് ഒരു ബൗൾ നാളികേരം ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതിലെപ്പോഴും ഞാൻ വയ്ക്കുമ്പോൾ ഒരു ബൗൾ നാളികേരം എന്നാണ് കേട്ടോ പറയുക. ആ ഒരു ബൗൾ നാളികേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരമുറിയാണ് കണക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഈ നാളികേരമൊക്കെ നന്നായി മൂത്ത് വരണം. അതുവരെ നമ്മളിതിങ്ങനെ ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് നാളികേരമൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം ഞാനിതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വറുത്ത് വെച്ചിരുന്ന പപ്പടം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ആ നാളികേരത്തിൻ്റെ മിക്സ് എല്ലാ പപ്പടത്തിലും ഇതുപോലെ ഒന്ന് ആവണം കേട്ടോ. നന്നായി ഇങ്ങനെ പപ്പടം നന്നായി പൊടിഞ്ഞിട്ടുള്ള ആ ഒരു പാകത്തിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ കയ്യിൽ വെച്ചിട്ട് ഒന്നുകൂടി ആ പപ്പടം ഒന്നും കൂടി പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പപ്പടത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള ഒരു തോരനാണ് കേട്ടോ അത്, പപ്പടത്തോരൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്